ഞാൻ ഇതിന് മുമ്പത്തെ അഡീനിയം വീഡിയോസ് കാണിച്ചപ്പോൾ അതിൽ ചെയ്തിരുന്നത് ആദ്യം റീപോർട്ടിംഗ്, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പ്രൂണിങ്, പിന്നെ അങ്ങനെ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൂണിങ്ങും റീപോർട്ടിങ്ങും ഒരുമിച്ചാണ്. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഡീറ്റെയിൽഡ് അഡീനിയം വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത്. അഡീനിയം വീഡിയോസ് പലപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്, പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ അഡീനിയം ചെടികൾ കഴിഞ്ഞ 2 പ്രാവശ്യവും റീപോർട്ടിങ്ങും പ്രൂണിങ്ങും എല്ലാം ഞാൻ വലിയ വീഡിയോസായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും ചെറിയ അപ്ഡേറ്റ്സ് വീണ്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും, അതായത് കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ, ട്രാവൽ വീഡിയോ ആയിക്കോട്ടെ, ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും കുറേ സബ്സ്ക്രൈബേഴ്സിനോട് പറയും, ചേട്ടാ ഇതൊക്കെ നിർത്തിയിട്ട് അഡീനിയം വീഡിയോസും ടെറസിലെ ഗാർഡനും ഒക്കെ കാണിക്കുന്നു പറഞ്ഞിട്ട്. ഇത് എപ്പോഴും കാണിക്കാൻ പറ്റിയ സാധനമല്ല, എന്നാലും എന്നെക്കൊണ്ടാവുന്ന അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എന്തായാലും അഡീനത്തെ സംബന്ധിച്ച് വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം നവംബർ, ഡിസംബർ, ജനുവരി ഈ മാസങ്ങളിൽ വിൻ്റർ സീസണാണ്. ഈ വിൻ്റർ ആകുമ്പോൾ അഡീനിയം ഇലകളൊക്കെ കൊഴിഞ്ഞ് ഒരു ഡോർമൻസി സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. എല്ലാവരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എല്ലാവരും എൻ്റെ അഡീനത്ത് ഇലയൊന്നുമില്ല, ഇലയെല്ലാം മഞ്ഞയായി പോകുന്നു, എല്ലാം കൊഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നാച്ചുറലി എല്ലാ അഡീനത്തിനും സംഭവിക്കുന്നൊരു സാധനമാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരു ജാനുവരി, ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആക്റ്റീവ് ഗ്രോത്തിൻ്റെ ടൈമായി. അതായത് ഫെബ്രുവരി, മാർച്ചൊക്കെ നമുക്ക് സ്പ്രിംഗ് സീസണാണ്. അപ്പോൾ ഈ ആക്റ്റീവ് ഗ്രോത്തിൻ്റെ ടൈമിലാണ് അഡീനിയം ശരിക്കും റീപോർട്ട് ചെയ്യേണ്ടതും പ്രൂൺ ചെയ്യേണ്ടതും ഒക്കെ. ഞാൻ ഇതിന് മുമ്പത്തെ അഡീനിയം വീഡിയോസ് കാണിച്ചപ്പോൾ അതിൽ ചെയ്തിരുന്നത് ആദ്യം റീപോർട്ടിംഗ്, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പ്രൂണിങ്, പിന്നെ അങ്ങനെ 2 വീഡിയോ ആയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൂണിങ്ങും റീപോർട്ടിങ്ങും ഒരുമിച്ചാണ്. അതായത് ആദ്യം ഞാൻ അതിനെ പ്രൂൺ ചെയ്യുന്നു, പിന്നെ റീപോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ വളങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതിൻ്റെ ഫ്ലവറിങ് അല്ലെ പൂക്കൾ വരുന്നവരുള്ള എല്ലാ സ്റ്റേജസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇതിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷം നല്ലതാണെങ്കിൽ മാത്രം നിങ്ങളതുപോലെ ട്രൈ ചെയ്താൽ മതി. നമുക്ക് പരിപാടികൾ ഒന്നായിട്ട് ആരംഭിക്കാം. ഇത്തവണ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാം ഒരു 30 ചട്ടികളോളം ഞാൻ പ്രൂൺ ചെയ്യേണ്ട പരിപാടിയാണ്. ഇവിടെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ വലിയ അഡീനിയം ചെടികളാണ്. ഈ ഭാഗത്തിരിക്കുന്നതൊക്കെ കണ്ടോ. ഇയാളെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ടി വരും. നമ്മൾ മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്തൊരു അഡീനിയമാണ്. എന്ത് ഭംഗിയായിട്ടാ കണ്ടോ, 3 കളറിൽ പൂക്കളായിട്ട് നിറഞ്ഞിരിപ്പുണ്ട് കണ്ടോ. ഇതിനെന്തായാലും ഇപ്പം ഞാൻ പ്രൂൺ ചെയ്യുന്നില്ല, എൻ്റെ ഭംഗി ഞാൻ കുറച്ചും കൂടെ കാണട്ടെ. അതവിടെ തന്നെ ഇരുന്നോട്ടെ. ബാക്കിയുള്ള ചിലതിലൊക്കെ പൂക്കളുണ്ട്, ചിലതിലൊക്കെ ലീഫൊക്കെ പോയി നിൽക്കുക. അതിലൊക്കെ കണ്ടോ രസമുള്ള പൂക്കൾ, ഓരോ പൂക്കളൊക്കെ നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളന്ന് റിക്കവർ ചെയ്ത അടീനുണ്ടല്ലോ, അതൊക്കെ ഇതോടെ ഭംഗിയായിട്ടിരിപ്പുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പ്രൂൺ ചെയ്തെടുക്കണം. ഇത്തവണ ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാ ചെടികളുടെയും പ്രൂണിങ് കാണിക്കുന്നില്ല, ഒരു 2 എണ്ണം പ്രൂണിങ് കാണിക്കാം, 2 എണ്ണത്തിൻ്റെ റിപ്പോർട്ടിങ് കാണിക്കാം. ലാസ്റ്റ് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻഡ് വരെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൂണിങ് ആണേ. അത് ഞാനത് ഇവനങ്ങോട്ട് എടുക്കാം. ഇത് പലർക്കും പരിചയമുള്ള അഡീനിയമാണ്. എനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയിട്ട് ഞാൻ റിക്കവർ ചെയ്തെടുത്ത അഡീനിയം ചെടിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഒന്ന് പ്രൂണിങ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കത്തി ഒന്നുകിൽ പുതിയതായിരിക്കണം, അല്ലെങ്കിൽ പഴയ കത്തി ഉപയോഗിക്കുന്നെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തെങ്കിലും ഒന്ന് സ്റ്റെറിലൈസ് എടുക്കണം കേട്ടോ. ഞാൻ പുതിയ കത്തി വാങ്ങിയത് കാരണം ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുന്നില്ല എന്തായാലും. അല്ലെങ്കിൽ നമ്മുടെ സാധാ ബ്ലേഡില്ലേ, ബ്ലേഡ് വാങ്ങിയിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ ഈ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് കുറേ ബ്രാഞ്ച് വന്നിട്ടുണ്ടല്ലോ, ഈ ബ്രാഞ്ചസിന് എല്ലാം നമുക്ക് മൊത്തത്തിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഒന്നുപോലും ബാക്കി നിർത്തരുത്. ചെയ്യുമ്പോൾ ഒരു 1.5-2 ഇഞ്ച് ഹൈറ്റിൽ വേണം പ്രൂൺ ചെയ്ത്. ഇത്ര ഈ ഒരു നീളമല്ലേ, 2 ഇഞ്ചോളം ഹൈറ്റിൽ ഒരു 2-3 കണ്ടോ ലീഫ് നോഡ് കണ്ടോ, ഈ ലീഫ് നോഡിൽ ബ്രാഞ്ച് വരാൻ തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ വെച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേ ലെങ്ത്തിൽ നമുക്ക് എല്ലാം ഒന്ന് പ്രൂൺ ചെയ്യാം. ഈ പ്രൂൺ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു കാര്യം പറയട്ടെ, എന്നോട് ഒരുപാട് പേര് പ്രൂൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസ് ചോദിക്കാറുണ്ട്, കട്ടിങ്സ് ചോദിക്കാറുണ്ട്. എനിക്കത് അറിയാം, പക്ഷേ ഞാൻ ഈ പല വീഡിയോസിലെയും കമൻസിലും ഇതൊക്കെ കിടക്കുന്നത്, ആരൊക്കെ ചോദിച്ചതെന്ന് പോലും എനിക്കറിയില്ല. വളരെ കുറച്ച് പേര് മാത്രമേ എനിക്കല്ലാതെ അഡ്രസ്സ് അയച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ഭയങ്കര ബിസിയാണ് ശരിക്കും പറഞ്ഞാൽ, ഒന്നിനും ടൈമില്ലാത്തൊരവസ്ഥയില്ല. അതുകൊണ്ട് ഈ പ്രൂണിങ് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിങ് ഇത്ര നീണ്ടുപോകാനുള്ള കാരണവും കൂടെ അതാണ്. നിങ്ങളുടെ ആരോടും എനിക്ക് ദേഷ്യമില്ല. എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഈ കട്ടിങ്സ് എത്തിച്ചേരുകയോ അയക്കുകയോ ചെയ്യാം. ഒരാളിടയ്ക്ക് പിശുക്കൻ എന്നൊക്കെ പറഞ്ഞു, സീഡ് ചോദിച്ച് തരാത്ത പിശുക്കൻ. സീഡ് ഞാൻ കുറേ പേർക്ക് 10-50 പേർക്ക് സീഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഇനി ഒരുപാട് പേര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൾട്ടിപെറ്റൽസിൻ്റെ കുറച്ച് മാത്രമേ ഞാൻ പ്രൂൺ ചെയ്യുന്നുള്ളൂ. ആ പ്രൂൺ ചെയ്യുന്നതിൻ്റെ ആ കട്ടിങ്സ് വെച്ച് ഞാൻ തന്നെ കുറച്ച് ഗ്രാഫ്റ്റിങ്ങും പരീക്ഷണങ്ങളും നടത്താനുള്ള പരിപാടിയിലാണ്. എക്സ്ട്രാ ഉണ്ടെങ്കിൽ കുറച്ച് പേരുടെ അഡ്രസ്സിൻ്റെ കയ്യിലുണ്ട്, ഞാൻ അയച്ചു തരാം. യെസ്, അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചെയ്ത ഒരു സിംഗിൾ പെറ്റലാണ്. ഇനി ഒരു മൾട്ടിപെറ്റലൂടെ ഞാൻ എടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ മുട്ടൊക്കെ വന്ന് നിൽപ്പുണ്ട്. പ്രൂൺ ചെയ്യുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്, ഒരുപാട് മുട്ടുണ്ട് കണ്ടോ. എന്നാലും എല്ലാം നല്ലതിന് വേണ്ടി അല്ലേ. ഇതും അതുപോലെ ചെയ്ത് കൊടുക്കാം ഞാൻ.
അപ്പോൾ നമ്മളിതേ 2 എണ്ണം ഫുള്ളായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ സാഫ് എന്നൊരു ആൻറ്റി ഫംഗൽ പൗഡർ. എപ്പോഴും അഡീനിയം വളർത്തുന്നവരുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ്. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ചെടിയാണ് അഡീനിയം. അപ്പോൾ ഈ സാഫ് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അധികം ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. നല്ല കട്ടിക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. വെള്ളം വളരെ കുറച്ച് മതി. ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കൊരു കാര്യം, നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, കട്ട് ചെയ്ത ഭാഗം മൊത്തം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു കോട്ടൺ ക്ലോത്ത് കൊണ്ടോ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഒരു കറ പോലൊരു സാധനം അവിടെ നിന്ന് വരും, അത് താഴേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എനിക്ക് ചിലപ്പോൾ സ്റ്റെമ്മിന് കേടുവരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ കട്ട് ചെയ്ത ഭാഗം ക്ലോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ആൻറ്റി ഫംഗലാണെങ്കിൽ വളരെ നല്ലതാണ്. ചിലർ മെഴുക് ഉരുക്കി ഒഴിക്കാറുണ്ട്, ചിലർ ഗ്ലൂ കൊണ്ടോ ഗമ്മ് കൊണ്ടോ ഒക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യാറുണ്ട്. നമ്മളെന്തായാലും ആൻറ്റി ഫംഗൽ ഉപയോഗിക്കണം, സാഫ് ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ചെയ്യണം കേട്ടോ അത്. യെസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതുപോലെ എല്ലാ ചെടികളെയും പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ അടിയനത്തിൻ്റെ ഫസ്റ്റ് ഡേ പ്രോസസ്സ് ഇന്നലെ രാത്രി വരെ ലേറ്റായി, അപ്പോൾ ബാക്കി വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് കണ്ടോ എല്ലാത്തിലും സാഫൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ മൊത്തം ഇപ്പോൾ 34 ചെടികളിലാണ് ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി കട്ടിങ്സ് ഉണ്ടോ, ഞാനെല്ലാം ഇങ്ങനെ ഓരോ കളറായിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ടുണ്ട്. എൻ്റെ ആവശ്യത്തിനുള്ള കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അയച്ചു തരാം. അപ്പോഴും കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വിഷമമൊന്നും പറയണ്ട, പറ്റുന്ന പോലെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇന്നലെ തുടങ്ങിയ ചെടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇത് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ചെടിയാണ്. പിന്നെ ഒരെണ്ണം നമ്മളെടുത്ത് ഇതായിരുന്നു. അപ്പോൾ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ചെയ്യുന്നത് നമ്മളിതിനെ പൊക്കിയെടുക്കുക. നമ്മൾ ശരിക്കും ലൂസ് പോട്ടിംഗ് സോയിൽ കൊടുത്തത് കാരണം നല്ല ലൂസായിട്ട് തന്നെ പോണ്ട് മണ്ണ് കണ്ടോ. വളരെ കുറച്ച് മണ്ണേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം എൻ്റെ കോഡക്സാണ്. കണ്ടോ എന്ത് ഗംഭീരൻ കോഡക്സാന്നുണ്ടോ എൻ്റെ. ഇതും അതുപോലെ ഇളക്കിയെടുക്കാം കേട്ടോ. കണ്ടോ ഇതിലും കുറേ അധികം വേരൊന്നിങ്ങനെ ഇറങ്ങിയിരിപ്പുണ്ട്. കോഡക്സ് വലുതായി വരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ. അപ്പോൾ എന്തായാലും 2 എണ്ണം നമ്മൾ പോട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ മൊത്തം മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. ഇതേ കുറേ സമയത്തെ പരിപാടിക്ക് ശേഷം നമ്മൾ ഫുൾ അടീന്യത്തിനെ അപ്രൂട്ട് ചെയ്തിട്ട് മണ്ണൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ സൈഡ് ഫുൾ അതിൻ്റെ വേര് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിലേക്ക് ഇറങ്ങി വന്നാൽ അതിൻ്റെ സ്റ്റെമ്മൊക്കെ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, മൊത്തത്തിൽ എല്ലാം കട്ട് ചെയ്തിട്ട് സാഫൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്, നോക്കൂ. ഇത് കുറേ വെള്ളത്തിൽ ആൻറ്റി ഫംഗൽ കലക്കിയതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ സാഫ് എന്നൊരു ആൻറ്റി ഫംഗൽ കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് കട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൂടി ഇട്ടിട്ടുണ്ട്. അതിന് ചട്ടികൾ മൊത്തം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുറേ ചെടികളുണ്ടല്ലോ, നമ്മൾ നേരത്തെ അവിടെ വിത്ത് മുളപ്പിച്ചതും മറ്റേ തണ്ട് മുളപ്പിച്ചതും ഒക്കെയാണ്. തൽക്കാലം ഞാനിപ്പോൾ പ്രൂൺ ചെയ്യുന്നില്ല, അവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ എന്തെങ്കിലും ചെയ്യാം. ചട്ടികളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം വേരൊന്ന് കഴുകണം കേട്ടോ. നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് കഴുകി കളയണം. ഒന്ന് വെള്ളം ഫോഴ്സ് അടിച്ചാൽ മണ്ണൊക്കെ താഴോട്ട് പോയിക്കോളും. അങ്ങനെ ഓരോന്നേരം എടുത്ത് കഴുകിയാലും മതി കേട്ടോ. നമ്മൾ പഴയ പോട്ടി മിക്സ് ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല, ഫുള്ള് കളയുക കേട്ടോ. നമ്മൾ ഈ അറ്റത്ത് സാഫ് പുരട്ടിയത് കാരണം അത് നനയാതെ നോക്കുക കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇതിൽ ഓരോന്നിൽ നിന്നും ആവശ്യമില്ലാത്ത കുറച്ച് വേരുകൾ, ഒരു 10% വേര് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഒത്തിരി കളയരുത്, കുറച്ച് കളഞ്ഞാൽ മതി. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് കേടായ ഏതെങ്കിലും വേരുകൾ, അഴുകിയ വേരുകളോ ചീത്തയായ വേരൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം കേട്ടോ. ഇതിലിപ്പം പ്രശ്നമൊന്നുമില്ല, ഞാൻ കുറച്ച് ചെറിയ വേരുകൾ മാത്രമേ കളയുന്നുള്ളൂ കേട്ടോ. തൽക്കാലം ഇത്ര മതി. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മൾ ഈ സാഫിലേക്ക് മുക്കി വയ്ക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇരിക്കണം കേട്ടോ.
ആ സമയത്ത് ഞാൻ അടുത്തൊരെണ്ണം കൂടെ ചെയ്യണേ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫംഗൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ ഒക്കെ റിക്കവർ ചെയ്യാൻ ഈ സാഫ് സൊല്യൂഷൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ അഡീനിയം റീപ്പോർട്ടിംഗ് തുടർച്ചയായിട്ട് 3ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാലും ഞാൻ ഫുള്ള് ഒരു 15 മിനിറ്റ് വീതം എല്ലാത്തിൻ്റെയും കോഡക്സ് സാഫ് സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ട് മാറ്റി വെച്ചാണ്. ശരിക്കും ഉണങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് അഡീനിയം റിപ്പോർട്ടിങ്ങിൽ. ഞാൻ എൻ്റെ ഫസ്റ്റ് റിപ്പോർട്ടിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് സക്സസ് ആയൊരു മാർഗ്ഗവുമാണ്. അപ്പോൾ ഇത് നമ്മൾ അത്രയും അധികം ഡ്യൂറേഷനിൽ ചെയ്യുന്നെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഓരോ അഡീനിയമായിട്ട് എടുത്തിട്ട് ഇതിനെ കെട്ടിത്തൂക്കിയിടാൻ പോവുക, അതായത് ഹാങ് ചെയ്യാൻ പോവുകയാണ്. ഹാങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോഡക്സിൻ്റെ ഭാഗം മുകളിലും അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഭാഗം താഴെയുമായിരിക്കണം. ഈ ഹാങ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത്, അഡീനിയം ശരിക്കും ഒരു ഡെസേർട്ട് പ്ലാന്റ് ആണ്, ഡെസേർട്ട് റോസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കോഡക്സിൽ ശരിക്കും വെള്ളം സംഭരിച്ചിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് നല്ല വരൾച്ചയിലും സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. കുറേ ദിവസം വെള്ളമില്ലെങ്കിലും അഡീനിയം നിൽക്കാനുള്ള കാര്യതാണ്. നമ്മളിത് ഹാങ് ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഈ അഡീനിയം അതിൻ്റെ കോഡക്സിലുള്ള വെള്ളം കുറേശ്ശെ യൂസ് ചെയ്ത് തുടങ്ങും. കാരണം വെള്ളം വേറെ കിട്ടുന്നില്ലല്ലോ. യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ കോഡക്സ് ഒന്ന് ഷ്രിങ്കായി വരും, അത് കാര്യമാക്കേണ്ടതെന്ന് ചുളുങ്ങി വരും. പക്ഷേ പിന്നെ നമ്മളിതിനെ പെട്ടെന്ന് മണ്ണിലേക്ക് നട്ട് വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഫാസ്റ്റായിട്ട് വളത്തിനെയൊക്കെ ഇത് അബ്സോർബ് ചെയ്തിട്ട് നന്നായിട്ട് വളർന്നു ടെൻഡൻസി കാണിക്കും. അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ കോഡക്സിൻ്റെ സൈസ് ഒന്ന് കൂടി വരികയും ചെയ്യും. അങ്ങനെ കോഡക്സിൻ്റെ സൈസ് നമുക്ക് കൂട്ടിയെടുക്കാം, ഗ്രോത്തും ഫാസ്റ്റാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹാങ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ഡെമോ കാണിക്കാൻ വേണ്ടി ഒരു 3-4 ഇവിടെ തൂക്കിയിടാം. ബാക്കി ഞാൻ വീട്ടിൻ്റെ പുറകിൽ കൊണ്ട് തൂക്കേണ്ട പരിപാടിയാണ്. എപ്പോഴും ഹാങ് ചെയ്യുമ്പോൾ ഷെയ്ഡിൽ തന്നെ ഇടുക, സൺലൈറ്റ് അടിക്കാൻ പാടില്ല, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. നമുക്കിവിടെ നിന്ന് തൽക്കാലം ഞെട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കേട്ടോ. ഇവിടെ ഞാൻ നൂല് ഓൾറെഡി കെട്ടിയിട്ടുണ്ടേ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ പൊട്ടി താഴേക്ക് വരുമെന്നറിയില്ല. അപ്പോൾ ഇതിലൊരു 3 ഞാൻ തലകീഴായിട്ട് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയായി വരിക കേട്ടോ. ഞാനെന്നും ജോലി കഴിഞ്ഞ് വന്നിട്ട് ഈ പരിപാടികൾ ചെയ്യാം. അപ്പോൾ കുറച്ച് ഡിലേ വരും. അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം ഞാൻ ആ സൈഡിൽ കൊണ്ടുപോയിട്ട് തൂക്കിയിടേണ്ട പരിപാടിയിലാണ്. എന്തായാലും ഇതിങ്ങനെ തൂക്കിയിട്ട് ഒരു 10 ദിവസം ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ അന്നൊരു 15 ദിവസം 20 ദിവസം കിട്ടായിരുന്നു. കുറേ അധികം കിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ പോട്ടിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ അഡീനിയം ചെടികളെ നമ്മൾ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇന്നേക്ക് 8 ദിവസമായി. ഞാൻ പറഞ്ഞു 10 ദിവസം കഴിഞ്ഞ് നമ്മളിതിനെ പോട്ട് ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് പോട്ട് ചെയ്യാനുള്ള ടൈം ആയി വരുന്നുണ്ട്. ചെറിയ ചെടികളൊക്കെ ഞാൻ ഇവിടെ തന്നെ തൂക്കിയിട്ടുണ്ട് കണ്ടോ. ഇതിന് കുറച്ച് വിലക്കുറവുള്ളതുകൊണ്ടാണ് ഇവിടെ ചെറുതെല്ലാം ഇട്ടത്. പക്ഷേ 10 രൂപ ചെടികൾ ഇവിടെ തന്നെ ഈ സൈഡിലും ആ സൈഡിലും കണ്ടോ അവിടെയായിട്ട് തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ കോഡക്സിനൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. എന്നാൽ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഈ കെട്ടി തൂക്കിയിടുന്ന സമയത്ത് വെള്ളം നനച്ചു കൊടുക്കണോ? വേണ്ട, വെള്ളം നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഇനി ഞാൻ കുറച്ചിട്ടിരിക്കുന്നത് വീടിൻ്റെ അപ്പുറത്ത് വശത്താണ്. അതും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ കൂടെ പോരെ. ഇവിടെയാണ് ഞാൻ എൻ്റെ വലിയ ചെടികളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. അത്യാവശ്യം ഭാരമുള്ളതുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ തൂക്കിയിരിക്കുന്നത് കണ്ടോ. ഇതുമെല്ലാം ഉഷാറായിട്ട് ഒരു പ്രശ്നമില്ല കിടക്കുന്നുണ്ട്. എല്ലാം ഹെവി ആയിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയിടാൻ പോവുകയാണ്. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി 2 ദിവസം ഇട്ടിട്ട് നമുക്ക് അത് കഴിഞ്ഞത് പോട്ട് ചെയ്യാം. ഇത് ചട്ടികളൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കണ്ടല്ലോ, ഒന്നും കഴുകി വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യണം. പോട്ടിംഗ് മിക്സിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചത് കാരണം ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയെല്ലാം ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സിൻ്റെ ഈ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ ഞാൻ 1 മാസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ സമയം കളയുന്നില്ല. എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ വിശദമായിട്ട് അറിയണം എന്നുള്ളൊരു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്കിപ്പോൾ 35 ചട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കുറച്ചധികം ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തം പോട്ടിംഗ് മിക്സ് ഒരു 6 ഭാഗമായിട്ട് തിരിച്ചതിൽ 2 ഭാഗവും ഞാൻ എടുത്തിരിക്കുന്നത് പുഴമണലാട്ടോ. ഇനി ഒരു ഭാഗം നമ്മുടെ ചുവന്ന മണ്ണ്, റെഡ് സാൻഡ് എന്ന് പറയും, അത്യാവശ്യം ചരലൊക്കെയുള്ള ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കൃത്യമായിട്ട് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്, എന്തുകൊണ്ട് മണ്ണെടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഭാഗം ചാണകപ്പൊടി, നന്നായിട്ട് ഉണക്കി പൊടിച്ച ചാണകപ്പൊടി എടുത്തിരിക്കുന്നത്. ഒരു ഭാഗം വെർമി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ വെർമി കമ്പോസ്റ്റും ചാണകപ്പൊടിയും വേറെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ചാണകപ്പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇനി എടുത്തിരിക്കുന്നത് പെർലൈറ്റ് എന്നൊരു സാധനമാണ്.
ഇതും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ. കഴിഞ്ഞ പ്രാവശ്യം ചകിരിച്ചോറ് ഉപയോഗിച്ചിരുന്നു, അതിന് പകരമാണ് ഞാനിപ്പോൾ പെർലൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു, എന്തിനാണ് പോട്ടി മിക്സ് ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത്, ഒരു പ്രാവശ്യം ചകിരിച്ചോറ് ഉപയോഗിക്കുന്നു, പിന്നെ പെർലൈറ്റ് ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ അടിനത്തിൻ്റെ പോട്ടി മിക്സ് ഇന്നതാണെന്ന് പ്രത്യേകിച്ചൊരു പോട്ടി മിക്സ് ആരും കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല. നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതിൽ ഞാൻ പലതും പരീക്ഷിച്ച് നിങ്ങളുടെ അപ്ഡേറ്റ് ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട്. ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പെർലൈറ്റ് ഉപയോഗിക്കുന്നു, അവിടെ ഞാൻ ചകിരിച്ചോറ് ഉപയോഗിച്ചു. പക്ഷേ നമ്മൾ എന്തുപയോഗിച്ചാലും നമ്മൾ നോക്കേണ്ടത് അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെന്നാണ്. അത് കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ചകിരിച്ചോറാണെങ്കിൽ കുറച്ച് വെള്ളം റിട്ടേൺ ചെയ്യും. അപ്പോൾ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, അത്ര മാത്രം ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പോട്ടി മിക്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് മണലാണ്. 2 ഭാഗം മണലിടുകയാണ് ആദ്യം. ഇപ്പോൾ 2 ഭാഗവും പുഴമണൽ ഞാൻ ഇട്ട് കൊടുത്തു. പുഴമണൽ എവിടെ നിന്ന് കിട്ടുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പുഴമണൽ കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം തരിയുള്ള മേൽമണ്ണ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒരു ഭാഗം നമ്മുടെ ചുവന്ന മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം വെർമി കമ്പോസ്റ്റാണ്. ഇത് അത്രയില്ലെങ്കിലും കുറച്ച് പെർലൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന 2 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എല്ലുപൊടിയാണ്. കണ്ടോ, എല്ലുപൊടി ഇത്ര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 35 ചട്ടിക്ക് വേണ്ടിയാണ്. ഒരു ചട്ടിക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ, ഒരു പിടി അളവ് കണക്കാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. അതും അത്ര തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലുപൊടിയുടെ അതേ അളവിൽ. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ എല്ലാ ഗുണങ്ങൾ എൻ്റെ തൊട്ട് മുമ്പിലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കണ്ടു നോക്കുക കേട്ടോ, മനസ്സിലാക്കണം എന്നുള്ളവർ. പിന്നെ വേറെ നല്ലത്, ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊക്കെ സാഫ് പൊട്ടി മിക്സിൽ ആഡ് ചെയ്തിരുന്നില്ല. മസ്റ്റല്ല, സാഫ് നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇടയ്ക്ക് സാഫ് കലക്കിയ വെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. എന്തായാലും ഞാനിപ്പോൾ ഒരു 100 ഗ്രാം സാഫ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പൊട്ടി മിക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയായിട്ടൊരു പൂക്കളം മാതിരി ഉണ്ടല്ലേ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനെ. എന്തായാലും ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് 2 ദിവസം ഇട്ടതിന് ശേഷം നമുക്ക് പോട്ടിങ്ങുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മുടെ അഡീനിയം ചെടികൾ ഓൾ സെറ്റ് ഫോർ റിപ്പോർട്ടിംഗ് ആണ്. ഒരു 12 ദിവസമായിട്ട് നമ്മളിനി കെട്ടി തൂക്കിയിട്ടിരിക്കുക. എവിടെ തന്നെ കിടക്കണ്ടല്ലോ, കണ്ടോ, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇത് ഞാൻ ചട്ടികളൊക്കെ കഴുകിയൊന്ന് വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ. പ്ലസ് പോട്ടി മിക്സ് അവിടെ കിടപ്പുണ്ട്. ഇത് കുറച്ച് പോട്ടി മിക്സ് 2 എണ്ണം ഞാൻ പോട്ട് ചെയ്ത് കാണിക്കാം. അതിനുള്ള പോട്ടി മിക്സ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പോട്ടിങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതിലിങ്ങനെ പെർലൈറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ പെർലൈറ്റിന് പകരം വേണമെങ്കിൽ ഊമി ഉപയോഗിക്കാം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഊമി ഉപയോഗിച്ചാൽ പോട്ടി മിക്സ് നല്ലതാണോ എന്ന്. ഊമി ഉപയോഗിച്ചാൽ നല്ലതാട്ടോ, ഇതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ചകിരിച്ചോറ് ഉപയോഗിക്കുകയാണെങ്കിൽ അതനുസരിച്ച് വെള്ളം നമ്മൾ നനവ് ക്രമീകരിച്ച് കൊടുക്കണം. പിന്നെ ഈ മണലിന് പകരം എംസാൻഡ് ഉപയോഗിക്കാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ വീഡിയോയുടെ താഴെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് എംസാൻഡ് നന്നായിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ചട്ടികൾ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ മൺചട്ടി ഉപയോഗിക്കുക. ഈ ചട്ടികൾ എവിടെ നിന്ന് വാങ്ങിയെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ചട്ടികളെക്കുറിച്ച്. പക്ഷേ ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഈ മൺചട്ടികളെക്കാളും അടിയനത്തിന് എപ്പോഴും നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളാണെന്ന്. കാരണം മൺചട്ടികൾ വെള്ളം ശരിക്കും റിട്ടേൺ ചെയ്യും, അതുകൊണ്ട് ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നു. എന്തായാലും മൺചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം അത് കണക്കാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. എന്തായാലും ഇനി ചട്ടികൾ പരിഗണിക്കുമ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ചട്ടിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളത് ഞാൻ കാണിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തിരിക്കുന്ന നല്ല വലിയ ഹോൾസുള്ള ചട്ടിയാണ് കേട്ടോ. വെള്ളം നന്നായിട്ട് ഇങ്ങനെ വാർന്നു പോകുന്ന വലിയ ഹോൾസുള്ള ചട്ടി തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഈ ഹോൾസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി, ഈ പോട്ടി മിക്സ് പുറത്ത് പോകാതിരിക്കാനും ഡ്രെയിനേജ് ഈസി ആയിട്ട് നടക്കാനും വേണ്ടി ഞാൻ ഈ ഹോൾസിനൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ചരൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഓടിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ചാലും മതി കേട്ടോ ബ്ലോക്ക് ചെയ്ത് കൊടുക്കാൻ. ഒരു ലെയർ ഇങ്ങനെ പാറക്കല്ലിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം പോട്ടി മിക്സ് ആദ്യം ഇട്ട് കൊടുക്കുകയാണേ. എൻ്റെ പോട്ടി മിക്സ് കണ്ടാൽ തന്നെ നല്ല ലൂസാകണ്ടല്ലോ. ഒരു 2 ചെടികൾ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കണ്ടോ. ഇതെൻ്റെ ഏറ്റവും പഴയ അഡീനിയം ചെടിയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് അയാൾക്ക് തന്നെ കൊടുക്കാമെന്ന് വെച്ചു. ഇതവിടെ നമ്മൾ കെട്ടിത്തൂക്കി ഇട്ടപ്പോൾ തന്നെ ഇതിൽ കണ്ടോ
ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കിടക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കോഡെക്സ് ഇരുന്നതിലും കുറച്ച് ലെവൽ ഉയർത്തി വേണം എപ്പോഴും വെച്ച് കൊടുക്കാൻ. അത് കണക്കാക്കിയിട്ട് അടിയിൽ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. ഞാനത് വെക്കുമ്പോൾ ഇത്രയും ഹൈറ്റിൽ മണ്ണിട്ടിട്ട് ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പോട്ടിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ കാണിക്കാം കേട്ടോ. സെറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓടിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഹോൾസിനെ. എന്നാലും ഒരു ലെയർ ഞാനൊന്ന് ചലിട്ട് കൊടുക്കണ്ടേ. കുറച്ച് വെള്ളം അടിയിൽ കെട്ടി നിൽക്കാതിരിക്കാൻ സഹായിക്കും കേട്ടോ. ഇനി വെള്ളം അടിയിലൊന്ന് കെട്ടിയാലും വേര് വെള്ളത്തിലേക്ക് പോയി മുട്ടാതിരിക്കാൻ സഹായിക്കും കേട്ടോ. ഇതിലും കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് ആദ്യം പൊട്ടി മിക്സ്. ഇനി അടുത്ത ചെടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഈ 2 ചെടികളുടെയും റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ബാക്കി 35 ചെടികൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അവസാനം നമ്മുടെ അഡീനിയം ചെടികളുടെ പ്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടും ഇത്തവണ നമ്മൾ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കാണുന്ന നമ്മുടെ നാടൻ ചെടികളാണ്. ഞാൻ ഇത്തവണ എന്തായാലും റിപ്പോർട്ടിങ്ങും പ്രൂണിങ്ങും ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഇതിലിനി അവശേഷിക്കുന്നത് ഇതിൻ്റെ വാട്ടറിങ് മാത്രമാണ്. ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം 10-15 ദിവസമായിട്ട് ഒന്ന് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എല്ലാത്തിനും കേട്ടോ. നമ്മൾ ഓർക്കേണ്ട കാര്യം ഫസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ആ വെള്ളം ഫുള്ള് ഡ്രൈ ആയതിനു ശേഷം മാത്രം 5-6 ദിവസത്തിന് ശേഷം മതിയാവും അടുത്ത പ്രാവശ്യം വെള്ളം ഒഴിക്കൽ. ഇടയ്ക്കിടെ വെള്ളം ഒഴിച്ചാൽ ഈ വേരിനൊക്കെ കേടുവരും കേട്ടോ. കാരണം എല്ലാം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു മാറ്റം എന്താ വെച്ചാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇത്തവണ അടിയത്തിൻ്റെ പ്രൂണിങ്ങും റീപോർട്ടിങ്ങും അതിൻ്റെ എന്താ പറയുക ഫെർട്ടിലൈസിങ്ങും എല്ലാം ഫുൾ പ്രോസസ്സ് കഴിഞ്ഞിട്ട് പൂക്കളായതിനു ശേഷം ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് പ്രോസസ്സായി. വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. അതുകൊണ്ട് 2 വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് വരെ ഒരു വീഡിയോ, ഇതിന് ശേഷം ബാക്കിയുള്ള അതിനെ മൊത്തം പരിചരണങ്ങൾ ചേർത്ത് പൂക്കൾ വരുന്നവരെ 2ാമത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ റിസൾട്ട് വന്ന് പൂക്കളും ആയതിനു ശേഷം 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് ആദ്യം അപ്ലോഡ് ചെയ്യുന്നു, ഇതിൻ്റെ തൊട്ട് പുറകെ അടുത്ത വീഡിയോ വരും. അപ്പോൾ 2 വീഡിയോയും എല്ലാവരും കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ അടീനത്തിൻ്റെ പ്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും അറ്റ് എ ടൈം എങ്ങനെ ചെയ്യാം എന്ന് വ്യക്തമായി പറഞ്ഞ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.